അപ്പോൾ ഇന്ന് ഞാൻ നന്ദന മൂവിയിലെ ബാലാമണിയാണ് റീക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ഈ മൂവി കണ്ട എല്ലാവർക്കും ഈ സീൻ അറിയാൻ പറ്റും. കാരണം എന്ന് വെച്ചാൽ ബാലാമണി കണ്ണനെ കാണാൻ പോയിട്ട് കാണാൻ പറ്റാതെ തിരിച്ചു വരുന്നൊരു സീനാണ്. ഇത് ഭയങ്കര സിമ്പിൾ ഒരു കോസ്റ്റ്യൂമാണ് കേട്ടോ ഇട്ടേക്കുന്നത്. ഇതിലൊരു റെഡ് ബ്ലൗസും സെറ്റ് മുണ്ടാണ് ഉടുത്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാനൊരു സെറ്റ് മുണ്ടും ഒരു സിമ്പിൾ മെറൂൺ ബ്ലൗസും ആണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഇനി മേക്കപ്പ് ചെയ്താലോ? കുറച്ച് പൗഡർ ഇട്ട് കൊടുത്തിട്ട് ഞാൻ ലിപ്സ് സെറ്റ് ചെയ്യാണ്. ബേസ് ആയിട്ട് ഒരു ന്യൂ ഷെയ്ഡ് അപ്ലൈ ചെയ്തു. പിന്നെ ലാക്മേയുടെ വൈൻ ടച്ച് ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. പിന്നെ എന്റെ പോലത്തെ സ്കിൻ ടോൺ ഉള്ളവർക്കാണ് കേട്ടോ അത് കൂടുതൽ ചേരുന്നത്. നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടാവും ബാലാമണിക്ക് എന്തിനാണ് ഇത്ര മേക്കപ്പ് എന്ന്. പക്ഷേ നിങ്ങൾ നോക്കണം, ആ സീൻ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഐലൈനർ വരെ എഴുതിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ലാസ്റ്റ് മിനിറ്റിലാണ് ഐലൈനർ സെറ്റ് ആക്കുന്നത്. പിന്നെ ഒരു റെഡ് പൊട്ട് വെച്ചെടുത്തു. എനിക്ക് തോന്നുന്നു ആ സിനിമയിൽ കുങ്കുമം വെച്ചാണ് പൊട്ട് തുറന്നത്. എനിക്കതില്ലാത്തതുകൊണ്ട് ഞാൻ സ്റ്റിക്കർ പൊട്ട് വെച്ചു. ഇനി ഓർണമെന്റ്സ് ആയിട്ട് ഒരു കുഞ്ഞു ജുംക്കയും റെഡ് കുപ്പിവളയും കുഞ്ഞൊരു ചെയിനും ഒക്കെയാണ് ഇടുന്നത്. പിന്നെ മുടി അഴിച്ചിട്ട് നടുക്കൂടെ വവരെടുത്തിട്ട് അത് പിന്നെ ചെവിയുടെ സൈഡിലോട്ട് ഒന്ന് പിൻ ചെയ്ത് വെച്ച് കൊടുത്താൽ ലുക്ക് റെഡി. പിന്നെ മുടി അഴിച്ചാണ് കേട്ടോ ഇട്ടേക്കുന്നത്. ആൻഡ് ഫൈനലി എല്ലാ മേക്കപ്പും കഴിഞ്ഞ് ബാലമണി ഞാൻ കംപ്ലീറ്റ് ആക്കിയിരിക്കുകയാണ്. എന്നെ കൊണ്ട് പറ്റുന്ന രീതിക്ക് ഞാനത് റീക്രിയേറ്റ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. പിന്നെ എനിക്ക് വന്നൊരു സജഷൻ എന്ന് വെച്ചാൽ മിറർ വീഡിയോ ആക്കരുത് സാരി ഉടുത്തിട്ടെന്ന്. അതുകൊണ്ട് ഞാൻ ഇന്നത് മാറ്റി നേരെ വീഡിയോസ് എടുത്തിട്ടുണ്ട് എല്ലാവർക്കും കാണാനായിട്ട്. സാരി ഉടുക്കുമ്പോൾ മാത്രമേ ഉള്ളൂ കേട്ടോ ഈ പ്രോബ്ലം. അതുകൊണ്ട് ഞാൻ ഇത് ശ്രദ്ധിച്ച് ഇപ്രാവശ്യം എല്ലാം കറക്റ്റ് ആക്കിയിട്ടുണ്ട്. ഇനി ഞാൻ ഇത് വെച്ചിട്ടൊരു റീല് ചെയ്തിട്ടുണ്ട്, അത് കണ്ടാലോ? ഇങ്ങനെ ദ്രോഹം ചെയ്യരുത് കേട്ടോ. നെഞ്ചിൽ പെടപ്പ് കയറിട്ട് നടക്കാൻ കൂടി പറ്റുന്നില്ലായിരുന്നു. തിരുമുഖം ആദ്യമായിട്ട് കാണാൻ പോയതല്ലേ, അപ്പോഴേക്കും വന്നു. എനിക്കറിയാം, ആ സൈക്കിളിന്റെ രൂപത്തിൽ വന്നല്ലേ. വെറുതെ എല്ലാ ആളുകൾ കള്ളകൃഷ്ണൻ എന്ന് വിളിക്കണേ. കള്ളൻ തന്നെയാ, വെണ്ണക്കള്ളൻ, ചേലക്കള്ളൻ.